രാത്രി ഇരുട്ടത്ത് സ്ഥിരം ഗെയിം കളിക്കുന്ന 15 വയസ്സുള്ള 10ാം ക്ലാസ്സുകാരൻ. അവൻ ഒരു ദിവസം പതിവ് പോലെ രാത്രി ഫോണിൽ ഗെയിം കളിക്കാൻ ഇരുട്ട് മുറിയിലേക്ക് കയറി. കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോൾ അവൻ ആ മുറിയിൽ ഒരു കാഴ്ച കാണുകയാണ്. എന്താണ് അവൻ അവിടെ കണ്ട ആ കാഴ്ച? വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ലക്നൗ സിറ്റിയിലാണ് നവീൻ സിംഗും സാധന സിംഗും താമസിച്ചിരുന്നത്. ഇവർക്ക് 2 മക്കളാണ്. 10ാം ക്ലാസ്സുകാരൻ വീർ സിംഗും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിത്യയും. നവീൻ സിംഗ് ഇന്ത്യൻ ആർമിയിലാണ് ജോലി ചെയ്തിരുന്നത്. വർഷം തോറും നാട്ടിൽ വന്നു പോയിരുന്ന നവീൻ സിംഗിന് ആകെ ഒരു ധൈര്യം തൻ്റെ ഭാര്യ സാധന സിംഗ് വളരെ ഭംഗിയായിട്ട് മക്കളുടെ കാര്യവും വീട്ടുകാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യുന്നതിലായിരുന്നു. 10ാം ക്ലാസ്സുകാരനായ വീർ സിംഗിന് വലിയ ഗെയിം അഡിക്ഷൻ ഉണ്ടായിരുന്നു. അവൻ സദാസമയവും ഈ പബ്ജി കളിക്കുന്നതിൽ ഇങ്ങനെ മുഴുകിയിരുന്നു. ഇവൻ സ്വന്തം ഫോണിലും അമ്മയുടെ ഫോണിലും പബ്ജി കളിക്കുമായിരുന്നു. കളിക്കാൻ കൊടുത്തില്ലെങ്കിൽ വീർ സിംഗ് ആ ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ പിണങ്ങിക്കിടക്കും. പിന്നെ പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഇതിങ്ങനെ പോയതിനാൽ സാധന അവൻ്റെ വഴിക്ക് വിട്ടിരുന്നു. എങ്ങനെയോ പോട്ടെ എന്നും പറഞ്ഞിട്ട് അവൻ്റെ ഈ ഒരു ഗെയിം കളിയിലോട്ട് അവർ കൺട്രോൾ വച്ചില്ല. അങ്ങനെ പോകവേ ഒരു ദിവസം രാത്രി അമ്മയുടെ ഫോൺ എടുത്ത് പബ്ജി കളിക്കാൻ തുടങ്ങിയ വീർ സിംഗ് ആ ഫോണിൽ ചില റെക്കോർഡിങ്സ് കാണാനിടയായി. അത് ഓണാക്കി കേട്ട ആ 15കാരൻ പെട്ടെന്ന് തന്നെ ഈ റെക്കോർഡിങ്സ് എല്ലാം എടുത്ത് അച്ഛനായ നവീൻ സിംഗിന് ഫോർവേഡ് ചെയ്തിട്ട് അയാളെ വിളിച്ച് പറയുകയാണ്, അച്ഛനും കുറച്ച് റെക്കോർഡിങ്സ് അമ്മയുടെ ഫോണിൽ നിന്നും ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, അച്ഛനത് കേട്ട് നോക്കുമെന്ന്. ആ റെക്കോർഡിങ് കേട്ട നവനീത് ആകെ തകർന്നു പോയി. അതെന്തെന്നാൽ താൻ ആരെയാണോ തന്നേക്കാൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നത് അവൾ മറ്റൊരാളുമായിട്ട് ശൃംഗരിക്കുന്ന മോശം റെക്കോർഡിങ്സ് ആണ് അത്. അയാൾ ഉടനെ തന്നെ സാധനയെ ഫോൺ ചെയ്തു. നീ എനിക്കും മക്കൾക്കും ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ, എല്ലാം ഞാൻ അറിഞ്ഞു. ഇനി ഇത് തുടർന്നാൽ നീ ആ വീടിന് പുറത്താണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചോ എന്ന് അയാൾ ശക്തമായ താക്കീത് നൽകുകയാണ്. തൻ്റെ ഭർത്താവ് അവിടെ ഇരുന്നു കൊണ്ട് ഇതെല്ലാം എങ്ങനെ അറിഞ്ഞുവെന്ന് സാധന ആകെ കൺഫ്യൂഷനായി. എന്തോ ഒരു മിസ്റ്റേക്ക് ഇവിടെ നടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴാണ് സാധനയ്ക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയത്. തൻ്റെ മകനാണ് ഇതിൻ്റെ പിന്നിലെന്ന്. അവരാകെ കലി കയറി വീർ സിംഗിനെ ശകാരിക്കാൻ തുടങ്ങി. ഈ സ്പൈ വർക്ക് ചെയ്ത് ബുദ്ധിമുട്ടണ്ട എന്നും പറഞ്ഞ് അവൻ്റെ നേരെ ദേഷ്യം മൊത്തം തീർക്കാൻ തുടങ്ങി. പോകെ സാധന മകനോടുള്ള ഈ ഒരു ദേഷ്യം ഉള്ളിൽ വെച്ച് അവൻ്റെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെ അവന് ചെറിയ കാര്യത്തിന് പോലും അടിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അമ്മ ചെയ്ത തെറ്റിന് തന്നെ അമ്മ ശിക്ഷിക്കുന്നതിൽ മനം നൊന്ത് വീർ സിംഗ് ആ വീട്ടിൽ കഴിഞ്ഞു. അച്ഛൻ വരുന്നവരെ അമ്മയെ തെറ്റിലേക്ക് വിടാൻ പാടില്ല എന്നുറപ്പിച്ച് ആ 15കാരൻ അമ്മയിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കാൻ തുടങ്ങി. അമ്മ എവിടെ പോകുന്നു, അമ്മ ആരോടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ അറിയാൻ അവൻ അമ്മയെ ചുറ്റിപ്പറ്റി തന്നെ നിന്നു. ഇതെല്ലാം സാധന വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും യാതൊരു ഭയവുമില്ലാതെ അവരൊരു ദിവസം അവരുടെ കാമുകനെ ആ വീട്ടിൽ കൊണ്ടുവരികയാണ്. അയാളൊരു ബിൽഡിംഗ് കോൺട്രാക്ടറായിരുന്നു. പേര് ഗുൽദീപ് സിംഗ്. 2 മക്കളുടെയും മുന്നിൽ ഗുൽദീപിനെ സാധന പരിചയപ്പെടുത്തുകയാണ്. ഇത് എൻ്റെ ഒരു സുഹൃത്താണ്, പേര് ഗുൽദീപ് സിംഗ് എന്നാണ്. ഇനി മുതൽ ഗുൽദീപിനെ നിങ്ങൾ അങ്കിൾ എന്ന് വിളിക്കണം. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ ഗുൽദീപ് ഇവിടെ വരും. ഇതെല്ലാം കണ്ടുകൊണ്ട് വീർ സിംഗിന് ദേഷ്യം വന്നെങ്കിലും അവൻ അത് കടിച്ചമർത്തി നിന്നു. ആ ഫോണിൽ കേട്ട റെക്കോർഡിങ്ങിലെ വോയിസിൻ്റെ ഉടമ ഇയാളാണെന്ന് വീർ സിംഗ് അപ്പോൾ തിരിച്ചറിയുകയാണ്. ഗുൽദീപിനെയും കൊണ്ട് സാധനം മേളത്തെ നിലയിലേക്ക് പോവുകയും മണിക്കൂറുകളോളം കഴിഞ്ഞിറങ്ങി വരികയും ചെയ്യുന്നത് ഈ 2 കുട്ടികളും നോക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം സഹികെട്ട് വീർ സിംഗ് ഗുൽദീപിനോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലാത്തതാണ്, നിങ്ങളിങ്ങനെ ഇവിടെ വരുന്നത് ശരിയല്ല, അതുകൊണ്ട് അച്ഛൻ വന്ന ശേഷം നിങ്ങളിവിടെ ഇനി വന്നാൽ മതി, ഇപ്പം പോ. ഇത് കേട്ട് സാധനയ്ക്കാകെ ദേഷ്യം ഇരച്ചു കയറി. ഇവനാര് എന്നെ ഭരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇവനെ ഇവിടെ വച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് സാധനയും ഗുൽദീപും ചിന്തിക്കാൻ തുടങ്ങി. സാധന അതിനൊരു വഴി കണ്ടുപിടിച്ചു. സാധനയുടെ അച്ഛനമ്മമാരുടെ വീട്ടിലേക്ക് 2 മക്കളെയും ഷിഫ്റ്റ് ചെയ്യാനായിരുന്നു അവളുടെ പ്ലാൻ. ഇത് മക്കളോട് വളരെ സ്നേഹത്തോടെ അവൾ അവതരിപ്പിച്ചു. ഇളയ കുട്ടിയായ ആദിത്യയ്ക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള അറിവില്ലാത്തത് കൊണ്ട് അവിടെ പോയി സന്തോഷിച്ച് ജീവിക്കാമെന്ന് കരുതിയിട്ട് അവൾ അതിന് സമ്മതിച്ചു. എന്നാൽ വീർ സിംഗ് തയ്യാറായില്ല. നവീൻ സിംഗിനെ വിളിച്ച് വീർ സിംഗ് അപ്പോഴപ്പോഴുള്ള കാര്യങ്ങളെല്ലാം അറിയിച്ചുകൊണ്ടിരുന്നു.
ഇതെല്ലാം അറിഞ്ഞിട്ടും അയാൾക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ലീവ് എടുത്ത് വരാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതിനാൽ മകനെ വെച്ച് തന്നെ നവീൻ സിംഗ് ഒരു പ്ലാൻ നടത്താൻ തീരുമാനിച്ചു. നവീൻ സിംഗ് വീർ സിംഗിനെ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: നീ ഒരു 5 നാൾ ആദിത്യയെ അമ്മുമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കൂ. എന്നിട്ട് നീയും അവർക്കൊപ്പം പോവുകയാണെന്ന് പറഞ്ഞിറങ്ങിയ ശേഷം അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് എല്ലാം കൃത്യമായി അവിടെ എന്താണ് നടക്കുന്നതെന്ന് വാച്ച് ചെയ്യണം. ഈ പ്ലാൻ പ്രകാരം ആദിത്യയെ കൊണ്ടാക്കി തിരിച്ചു വന്ന വീർ സിംഗ് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനും അപ്പൂപ്പൻ്റെ അമ്മുമ്മയുടെയും വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇത് കേട്ട സാധനയ്ക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. കാരണം 2 പേരും ഒഴിവാകുകയാണ്. എന്നാൽ വീർ സിംഗ് ഒരിടത്തും പോയില്ല. അവൻ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു. എല്ലാം കൊണ്ടും കാര്യങ്ങൾ വളരെ മംഗളമായി എന്നും പറഞ്ഞ് സാധന സന്തോഷിക്കുകയാണ്. 10 മിനിറ്റിനുള്ളിൽ തന്നെ സാധന ഈ കുൽദീപിനെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് ഇവർ 2 പേരും വീടിനകത്തേക്ക് കയറിപ്പോയി. ഏകദേശം ഒരു 2 മണിക്കൂറിന് ശേഷം ഇവർ 2 പേരും ബൈക്കിൽ തന്നെ പുറത്തെവിടെയോ കറങ്ങാനും പോയി. ഈ സമയം വീർ സിംഗ് നേരെ ഫോണിൽ സാധനയെ വിളിച്ചു. അമ്മ, എൻ്റെ ബസ് മിസ്സായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. വീടും പൂട്ടി അമ്മ എവിടെയാണ് എന്ന് വീർ സിംഗിൻ്റെ ഒരു കോള് വന്നതും സാധന ഞെട്ടിപ്പോയി. സാധന നേരെ വീട്ടിൽ വന്നു. വീട് തുറന്ന് അകത്ത് കയറിയ വീർ സിംഗ് നേരെ പോയത് അമ്മയുടെ ബെഡ്റൂമിലാണ്. അവിടെ പോയി നോക്കി ആ പയ്യൻ കാണുന്നത് കട്ടിലിൽ കുൽദീപിൻ്റെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഊരിയിട്ടിരിക്കുന്നതാണ്. ഇത് കണ്ട് അമ്മയും അയാളും എന്തോ തെറ്റുകൾ ഇവിടെ ചെയ്തു എന്ന് അവന് മനസ്സിലായി. അവൻ ഉടനെ തന്നെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. സാധന ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. വീർ സിംഗിൻ്റെ പിറന്നാൾ ദിവസം വരികയാണ്. അന്നും സാധന കുൽദീപിനെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കുൽദീപിനെ കൊണ്ട് പിറന്നാളിന് സമ്മാനമൊക്കെ കൊടുപ്പിച്ച് പിറന്നാൾ ആഘോഷിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ വീർ സിംഗ് വിഷമിച്ചു. അവൻ അനിയത്തിയായ ആദിത്യയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ആ പിറന്നാൾ ദിവസവും കടന്നുപോയി. ഒരു ദിവസം മുറിയിൽ കയറി പതിവ് പോലെ ഇരുട്ടത്ത് ഫോണിൽ ഈ PUBG കളിക്കാനായിട്ട് കയറുകയാണ് വീർ സിംഗ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ആ മുറിയിൽ ആരോ ഉള്ളതുപോലെ ഒരു ഫീലിംഗ് വീർ സിംഗിന് തോന്നുകയാണ്. അവൻ അപ്പോൾ തന്നെ ലൈറ്റ് ഇട്ട ശേഷം അവിടെ എല്ലാം തപ്പി. ആരെയും കണ്ടില്ല. എന്നാൽ ആ മുറിയിലുണ്ടായിരുന്ന അലമാരയ്ക്ക് പിന്നിൽ ചെന്ന് നോക്കിയപ്പോഴാണ് വീർ സിംഗ് ഞെട്ടിപ്പോകുന്നത്. കുൽദീപ് സിംഗ് അവിടെ ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. ഇത് കണ്ട് വീർ സിംഗ് പകച്ചുപോയി. വീർ സിംഗ് അലറിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളിവിടെ എന്തിനു വന്നു എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, അത് നിന്നിൻ്റെ അമ്മയോട് ചോദിക്ക്, ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഉള്ള പരിപാടിയാണ്. ഇത്രയും പറഞ്ഞപ്പോഴാണ് ആ ചെറിയ കുട്ടിക്ക് ഒരു കാര്യം ചിന്തയിൽ വരുന്നത്. അത് ശരിയാണല്ലോ, എൻ്റെ അമ്മ വിളിച്ചിട്ടല്ലേ അയാൾ വരുന്നത്. തെറ്റുകാരൻ ഇയാളല്ല, എൻ്റെ അമ്മയാണ്. ഈ ബഹളം കേട്ട് സാധന ഓടിപ്പാഞ്ഞ് അവിടെ എത്തി. കുൽദീപ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇത്തവണ വീർ സിംഗിനോട് സാധന തട്ടിക്കയറുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. അവർക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരും അവിടെ നിന്നങ്ങ് പോയി. നവനീത് സിംഗിൻ്റെ ലൈസൻസ് ഉള്ള ഒരു ഗണ്ണ് ആ അലമാരയിൽ ഉണ്ടായിരുന്നു. നവനീത് വീട്ടിലുള്ളപ്പോൾ അത് ഉപയോഗിക്കുന്ന വിധമൊക്കെ ജസ്റ്റ് വീർ സിംഗിന് കാണിച്ചു കൊടുക്കുകയും ചെറിയ ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സംഭവത്തോടെ വീർ സിംഗ് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛൻ, നാട് നോക്കിയാൽ മാത്രം പോരാ, നമ്മുടെ വീടും കൂടി നോക്കണം. എനിക്കത് നോക്കാനുള്ള കഴിവില്ല. ഇത് കേട്ട നവനീത് കാര്യങ്ങൾ തിരക്കിയപ്പോൾ വീർ സിംഗ് അന്നുണ്ടായതെല്ലാം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റാതെ അയാൾ ആകെ വിഷമിച്ചു. വീർ സിംഗ് അച്ഛനോട് അച്ഛൻ വച്ചിരുന്ന ഗൺ എവിടെയാണ് എന്ന് തിരക്കുകയാണ്. ഗണ്ണിനെ പറ്റി ചോദിച്ചതും അയാൾ അത് പറയാൻ കൂട്ടാക്കിയില്ല. 2 ദിവസം കഴിഞ്ഞ് സാധനയെ വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുക്കാതിരുന്നതോടെ നവനീത് വീർ സിംഗിനോട് അമ്മ എന്താണ് ഫോൺ എടുക്കാത്തത് എന്ന് ചോദിക്കുന്നു. അതിനവൻ പറഞ്ഞത് അമ്മ അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടാവും ഫോൺ എടുക്കാത്തതെന്നാണ്. എന്നാൽ ദിവസങ്ങൾ കഴിയവേ സാധന ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് വീർ സിംഗ് അടുത്തുള്ള വീട്ടിലെ ദിനേശ് തിവാരിയെ വിളിച്ചിട്ട് എൻ്റെ വീട്ടിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്, ഒന്ന് അവിടം വരെ പോയി ഒന്ന് നോക്കണമെന്ന് പറയുകയാണ്. കേട്ട് അമ്പരന്ന ദിനേശ് തിവാരി നവനീതിൻ്റെ വീട്ടിൽ വന്ന് ബെല്ലടിച്ചു. വീട് തുറന്നത് വീർ സിംഗ് ആണ്. വീട് തുറന്നപ്പോഴേ വല്ലാത്തൊരു ദുർഗന്ധം അടിക്കാൻ തുടങ്ങിയിരുന്നു. ഇതെന്താണ് ഈ നാറ്റമെന്ന് ചോദിച്ചപ്പോൾ വീർ സിംഗ് അയാളോട് പറഞ്ഞത്, അങ്കിൾ, വീടിനകത്ത് വരെ ഒന്ന് കയറി നോക്കാമോ എന്നാണ്. അയാളെയും കൂട്ടിക്കൊണ്ട് വീർ സിംഗ് അകത്തേക്ക് പോയി. അകത്ത് ചെന്ന് നോക്കിയ
ദിനേശ് കാണുന്നത് സാധന നെറ്റി തകർന്ന നിലയിൽ കിടക്കുന്നതാണ്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ വീർസിംഗ് പറഞ്ഞത്, അമ്മ ഫോണിൽ ഗെയിം കളിക്കാൻ സമ്മതിക്കാത്തതിനെ തുടർന്ന് ഞാൻ അച്ഛൻ്റെ ഗണ്ണെടുത്ത് ഇത് ചെയ്തതെന്നാണ്. ദിനേശ് ഞെട്ടിപ്പോയി. പോലീസിനെ വിളിച്ചു. പോലീസ് വന്നതിന് പിന്നാലെ സാധനയുടെ അച്ഛനമ്മമാരും എത്തി. അവരും പോലീസിനോട് ഈ ചെറുക്കൻ പണ്ടേ ഫോണിൽ എപ്പോഴും കളിയാണ്, അവളത് കളിക്കാൻ കൊടുക്കാത്തതിനാലാണ് അവൻ ഈ പാതകം ചെയ്തത് എന്നാണ് പറഞ്ഞത്. ഈ ഒരു വാർത്ത മീഡിയയിലും ഒക്കെ സ്പ്രെഡ് ആവുകയാണ്. ഗെയിം അഡിക്റ്റഡ് ആയ ഒരു കുട്ടി അമ്മയെ കൊന്നു. ഇത് സ്കൂളിലും കോളേജിലും ഒക്കെ ടീച്ചേഴ്സ് തന്നെ കുട്ടികൾക്ക് വീർസിംഗ് ചെയ്ത തെറ്റ് ചൂണ്ടിക്കാട്ടി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ പബ്ജിക്ക് അഡിക്റ്റായ ഒരു കുട്ടിയാണ് ഈ ഒരു ക്രൈം ചെയ്തിരിക്കുന്നത്. വീർസിംഗ് എന്ന് പറയുന്ന ഈ കുട്ടി പബ്ജിക്ക് അഡിക്റ്റാണ്, അതുകൊണ്ട് ഇതുപോലെ ആരും ഗെയിമിന് അഡിക്റ്റ് ആവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളുകളിലും കോളേജിലും ഒക്കെ ഇങ്ങനെ ക്ലാസ്സുകൾ കൊടുക്കാനും തുടങ്ങി. വീർസിംഗിനെ അറസ്റ്റ് ചെയ്ത ശേഷം നവനീത് സിംഗ് നാട്ടിലെത്തി. അയാൾ പോലീസിനോട് തട്ടിക്കയറുകയാണ്. നിങ്ങൾ കാരണം മുഴുവൻ അന്വേഷിച്ചിട്ടാണോ ഈ ഒരു ന്യൂസ് എല്ലായിടത്തും കൊടുത്തതെന്നാണ് അയാൾ ആദ്യം ചോദിച്ചത്. ഒരു മിലിറ്ററി ആർമി ഉദ്യോഗസ്ഥനാണ് കുട്ടിയുടെ അച്ഛൻ എന്നതും അയാൾ ഉന്നയിച്ച ചോദ്യങ്ങൾ അവഗണിക്കാൻ പറ്റാത്തതിനാലും പോലീസ് ഒന്നും കൂടി ഈ ഒരു കേസ് ഇൻവെസ്റ്റ് ചെയ്യണം. വീർസിംഗിനോട് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി സംസാരിച്ചു. അപ്പോഴാണ് സത്യമായ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇതിൽ അച്ഛൻ കൂടെ ഉണ്ടെന്ന ധൈര്യം കിട്ടിയതോടെയാണ് വീർസിംഗ് നടന്ന സംഭവം പറഞ്ഞത്. രാത്രി കുൽദീപിനെ മുറിയിൽ കണ്ട ദിവസത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞും സാധന ഈ റിലേഷൻ ഇങ്ങനെ വീണ്ടും തുടരുകയാണ്. ഇത് മനസ്സിലാക്കിയ വീർസിംഗ് ഇവരിന്ന് ജീവിച്ചിരുന്നാൽ തൻ്റെ നല്ലവനായ അച്ഛൻ തകർന്നു പോകുമെന്ന് മനസ്സിലാക്കി ബെഡ്റൂമിൽ നിന്നും എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്ന സാധനയെ പിറകെ ചെന്ന് അമ്മ ഇങ്ങോട്ടൊന്ന് നോക്ക് എന്ന് വിളിച്ചു. തിരിഞ്ഞു നോക്കി അവരുടെ നെറ്റിയിൽ തന്നെ അവൻ കറക്റ്റ് ഉന്നത്തിൽ ആ ഗണ്ണ് പ്രയോഗിച്ചു. അതോടെ സാധന അവിടെ വീണ് പിടഞ്ഞു മരിച്ചു. ശേഷം ബോഡി അവിടെ തന്നെ ഇട്ടിട്ട് അവൻ ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ പുറത്തു പോയി. വീട്ടിലുണ്ടായിരുന്ന ആദിത്യയോടും പിന്നീട് അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോഡിയും കാണിച്ചു കൊടുത്തു. ഈ 2 കുട്ടികളും ആ മുറി ലോക്ക് ചെയ്ത് 4 ദിവസം ആ വീട്ടിൽ തന്നെ കഴിഞ്ഞു. ഫുഡും മറ്റും പുറത്തു നിന്നും അവർ ഓർഡർ ചെയ്ത് കഴിച്ചു. ഈ വാർത്ത അറിഞ്ഞപ്പോഴേ നവനീതിന് ഈ ഗണ്ണ് തിരക്കിയ ഓർമ്മ വന്നിരുന്നു. ഇതിൽ അച്ഛന് നാണക്കേട് ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് ഇവൻ ഗെയിം കളിക്കാൻ സമ്മതിക്കാത്തതിനാലാണ് അമ്മയെ കൊന്നതെന്ന് മാറ്റി പറഞ്ഞത്. അമ്മ മോശക്കാരി എന്ന് ലോകം അറിഞ്ഞാൽ അച്ഛന് വിഷമമാകുമല്ലോ എന്നാണ് ആ പാവം കുട്ടി ചിന്തിച്ചത്. പക്ഷേ നവനീത് സിംഗ് കൊടുത്ത ധൈര്യത്തിലാണ് അവൻ എല്ലാ സത്യവും തുറന്നു പറഞ്ഞത്. ഇപ്പോഴും ആ കുട്ടി ജുവനൈൽ ഹോമിലാണ്. ഈ ഒരു സംഭവത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.